കാശ്മീർ താഴ്വരയിലെ ഈ ഇത്തിരി കുഞ്ഞൻ പൂക്കളാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം. കുങ്കുമപ്പൂവിൻ്റെ കഥ പറയാം. അതിമനോഹരമായൊരു പ്രഭാതത്തിലാണ് ഞാൻ പാമ്പൂരിലെത്തുന്നത്. കേസർ വാലി അഥവാ കുങ്കുമപ്പൂക്കളുടെ താഴ്വര എന്നാണ് കശ്മീരിലെ ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഇതാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവിൻ്റെ പേർപ്പിൾ നിറത്തിലുള്ള ഇതളുകൾ മാറ്റിയാൽ അകത്തെ ഈ ചുവന്ന നാരുകളാണ് യഥാർത്ഥ കുങ്കുമം. ഈ നാരുകൾ പൂക്കളിൽ നിന്നും അടർത്തിയെടുത്ത് ഉണക്കിയ ശേഷമാണ് മാർക്കറ്റിലെത്തുന്നത്. കുങ്കുമപ്പൂക്കളുടെ ഇതളുകളും കുങ്കുമനാരുകൾക്കറ്റത്തെ വെളുത്ത ഭാഗവും പെർഫ്യൂം, മെഡിസിൻ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ആയിസം ഭായ് പറയുന്നത്. ആയിസം ഭായിയുടെ തോട്ടത്തിൽ കുങ്കുമപ്പൂവിൻ്റെ വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചെത്തിയാണ് ഈ ജോലികൾ ചെയ്തു തീർക്കുന്നത്. ഞാനും അവരോടൊപ്പം ചേർന്നു. ഒക്ടോബർ 20 മുതൽ നവംബർ 20 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമയമാണ് കുങ്കുമത്തിൻ്റെ വിളവെടുപ്പ് കാലം. പൂക്കൾ പറിച്ചെടുക്കുന്നതോടെ 2-3 ദിവസങ്ങൾക്ക് ശേഷം പുതിയ പൂക്കൾ വീണ്ടും വിടരും. ഒരു പൂവിൽ നിന്ന് 3 നാരുകൾ മാത്രമാണ് ലഭിക്കുക. 1 ഗ്രാം കുങ്കുമത്തിന് 130 പൂക്കളിലെ നാരുകൾ വേണം. 3/4 കിലോ കുങ്കുമത്തിന് 50,000 പൂക്കൾ വിളവെടുക്കണം. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് കശ്മീരിലേത്. അതുകൊണ്ട് തന്നെ കശ്മീരി കുങ്കുമത്തിന് താരതമ്യേന വിലയും കൂടുതലാണ്. 1 ഗ്രാമിന് 300 രൂപയാണ് ആരംഭം. അതായത് 1 കിലോയ്ക്ക് 3 ലക്ഷം രൂപ മുതൽ. ഇറാൻ, ഇന്ത്യ, സ്പെയിൻ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായും കുങ്കുമം കൃഷി ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് കുങ്കുമ കൃഷിയുടെ 90% ഇറാനിലാണ്. ഇന്ത്യയിൽ 90% കശ്മീരിലുമാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങി സംസ്ഥാനങ്ങളിൽ വളരെ ചെറിയ തോതിൽ കുങ്കുമ കൃഷിയുണ്ട്. ചർമ്മപരിചരണം, മെഡിസിൻ, പെർഫ്യൂം, ഫുഡ് കളർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് കുങ്കുമം ഉപയോഗിക്കുന്നുണ്ട്. കുങ്കുമത്തിൻ്റെ ചായം ഉപയോഗിച്ച് പണ്ടുകാലത്ത് രാജകീയ പെയിൻറ്റിങ്ങുകൾ നിർവഹിച്ചിരുന്നതായും ചരിത്രമുണ്ട്. സ്നേഹപൂർവ്വം അല്പം കുങ്കുമപ്പൂക്കൾ നൽകിയാണ് ആയിസം ഭായ് ഞങ്ങളെ യാത്രയാക്കിയത്. ഹൃദ്യമായ ഒരിളം സുഗന്ധം ഈ പൂക്കൾക്കുണ്ട്. ഖുശ്ബൂ ഹേ സഅഫറാൻ കി ഐവാനെ ഷഹറാജ്, ഹസ്തി കോയി സറൂർ ഹേ മെഹ്മാനെ ഷഹറാജ്. കുങ്കുമപ്പൂവിൻ്റെ സൗരഭ്യം കശ്മീരിൻ്റേതു മാത്രമല്ല, അത് കാണാനെത്തുന്ന അതിഥികളുടേതു കൂടിയാണ് എന്നാണ് കവിഭാവന. വീണ്ടും കാണാം.